ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ ഇപ്പോഴും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ആകെയുള്ള പോർഷൻ്റെ 80% ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എക്സാമാണ് ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിന് ഇപ്പോഴും സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ? ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് നഷ്ടം നിങ്ങൾക്കായിരിക്കും, അതിന് നഷ്ടം നിങ്ങൾക്കായിരിക്കും, അതിന് നഷ്ടം നിങ്ങൾക്കായിരിക്കും. കാരണം ക്രിസ്മസ് എക്സാം നിങ്ങളുടെ ആകെയുള്ള പോർഷൻ്റെ 80% ചാപ്റ്റേഴ്സ് ചോദിക്കുന്ന എക്സാമാണ്. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. അത് മാത്രമല്ല, പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചിട്ടും പബ്ലിക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സീരിയസ് അല്ല. നിങ്ങൾ നിങ്ങളുടെ പാരൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് സ്കൂൾ ടൂർ ഉണ്ടെങ്കിലും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ആൾക്കാരല്ലേ നിങ്ങളുടെ പാരൻസ്. ആ പാരൻസ് നിങ്ങളോട് പറയുന്ന കാര്യം രണ്ട ഒന്ന് മര്യാദയ്ക്ക് പഠിക്കുക, നല്ലപോലെ ജീവിക്കുന്നില്ല അല്ലേ എന്ന് നിങ്ങൾ എത്ര ആൾക്കാർ സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയിട്ട് കാണുന്നില്ല. സ്കൂൾ ആർട്സ്, സ്പോർട്സ്, സ്കൂൾ എൻജോയ്മെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പോവുകയാണ്. എക്സാമിന് നിങ്ങൾ ഇപ്പോഴും സീരിയസ് ആയിട്ട് കാണുന്നില്ല. എക്സാമിന് നിങ്ങൾ ഇപ്പോഴും വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എക്സാമിന് നിങ്ങൾ ഇപ്പോഴും വേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. തീരെ എക്സാമിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ, എക്സാമിനെ കുറിച്ച് തീരെ ചിന്തിക്കാതെ, എക്സാമിന് വേണ്ട യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇപ്പോഴും വെറുതെ ഇങ്ങനെ നടക്കുകയാണ്, തേരാപ്പാര നടക്കാൻ. രാത്രിയിൽ പഠിക്കാൻ സമയമുണ്ട്, പകൽ പഠിക്കാൻ സമയമുണ്ട്, എല്ലാ സമയത്തും നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടായിട്ട് കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ സമയം കിട്ടിയിട്ട് കൂടി നിങ്ങൾ ആ സമയം പഠിക്കാനായിട്ട് മാറ്റി വെക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ്, ഏറ്റവും വാല്യുബിൾ ഉള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സമയത്തിലാണ്. നമ്മുടെ സമയം എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം പഠനത്തിനായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് വരും. റിഗ്രറ്റ് പിന്നെ തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ പഠിക്കണമെന്ന ചിന്തയുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത മാർച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വെക്കേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നൽ വരും, എക്സാമിന് കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി നന്നായിട്ട് എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ, കുറച്ചുകൂടി കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് മികച്ച മാർക്ക് നേടാൻ സാധിച്ചേനെ. ആ റിഗ്രറ്റ് അപ്പം വന്നിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ വേണം, നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വേണം. അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക, അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് തുടങ്ങുക, അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ട് തുടങ്ങുക. ഇനിയും പഠിക്കാത്തതോട് ഞാൻ സ്നേഹത്തോടെ നിങ്ങളൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാണ്, മക്കളെ, നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇനിയും കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇനിയും എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമും അതിനുശേഷം വരാൻ പോകുന്ന പബ്ലിക് എക്സാമും ടഫാവും. സോ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഈസി ആക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്റേഴ്സിൻ്റെ നോട്ടുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. നമ്മൾ കമൻറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്താൽ നമ്മുടെ ടീമിൽ നിങ്ങൾ വിളിക്കും. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എഫേർട്ട് ഇടുക, കഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം, ആ കാര്യം കൊണ്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേരളത്തിലെ മുഴുവൻ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കൊന്ന് അയച്ചു കൊടുക്കുക. എഫേർട്ട് ഇട്ട് പഠിച്ചോ, റിസൾട്ട് നിങ്ങളെ തേടി വരും.